രസമുള്ള പടം. മമ്മൂക്കെ വേറൊരു രീതിയിലാണ് കണ്ടത്. അത് കാരണം അത്യാവശ്യം നല്ല തമാശ രീതിയിൽ കാര്യങ്ങളെ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഭയങ്കര രസമായിട്ട് എല്ലാവരും. ഒരു ഇച്ചിരി സ്ലോ ബേസ്ഡാണ്, എന്നാലും കുഴപ്പമില്ല. നല്ലപോലെ പുള്ളി അവസാനം നല്ലപോലെ അത് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. പടം ഇത്ര ഇൻ്റർവെല്ലൊക്കെ വരെ ഇച്ചിരി ലാഗ് സ്ലോയിലാണ് പടം പോകുന്നത്. മമ്മൂട്ടിയുടെ പെർഫോമൻസ് അടിപൊളിയാണ്. പുള്ളി നല്ലപോലെ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും അതിൻ്റെ ആ സ്പീഡപ്പിൽ ചെന്നെത്താൻ പറ്റുന്നില്ല. ആ ഒരു അസ്വസ്ഥ ഇൻ്റർവെല്ലുകളുണ്ടായിരുന്നു. പക്ഷേ അവസാനമായപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ പടം തീർത്തിട്ടുണ്ട്. എല്ലാം വിശദീകരിച്ച് തന്നെ ഗൗതമനെ പറഞ്ഞിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ. ഒരു അവരെ മമ്മൂട്ടിയുടെ ഒരു അടുത്ത ഹിറ്റ് കേട്ടോ. പക്ഷേ ഇൻ്റർവെൽ ഒരു ഇച്ചിരി ലാഗാണ്. ഇൻ്റർവെൽ നമുക്കൊരു ഇച്ചിരി അസ്വസ്ഥത തോന്നുന്നു. പക്ഷേ ഇൻ്റർവെൽ അവസാനമായപ്പോഴത്തേക്ക് അതിൻ്റെ വിശദീകരിച്ച് തരുന്നുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നമുക്കൊരു നല്ലൊരു സിനിമ. ഗൗതമനൊരു ഫസ്റ്റ് ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് മലയാളം ഡയറക്ഷൻ കേട്ടോ. ഡൊമിനിക്ക് അടിപൊളി. കാരണം നമ്മുടെ ഡയറക്ടർ നമ്മുടെ ഗൗതം വാസുദേവൻ സാറിൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയല്ലേ, അത് വേറെ ലെവലിൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തമിഴ് പടം എല്ലാം ഹിറ്റാണ്. അപ്പം മമ്മൂട്ടി കോംബോയും കൂടെ ആയപ്പോൾ വേറൊരു സ്റ്റൈലാണ്. അടിപൊളി പടം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. ഭയങ്കര സസ്പെൻസ് ഉള്ളൊരു സാധനമാണ്. നല്ല ത്രില്ലിംഗ് മൂവിയാണ്. അടിപൊളി. പ്രേക്ഷകർ പിടിച്ചു തീർത്ത് എല്ലാവരും നല്ല അഭിപ്രായമല്ലേ പറയുന്നത്. നല്ല അഭിപ്രായമാണ്. കാരണം അതുപോലെ ഇതിൻ്റെ ഇടയ്ക്ക് നാളെ എൻ്റെ പടം റിലീസാണ് ബെസ്റ്റി. ഈ സപ്പോർട്ടും നമുക്കും ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാ ഡിഫറെൻ്റ് ആയാലും നമുക്ക് ചെയ്യുള്ളൂ, അറിയാമല്ലോ. നായികയുടെ ഞാൻ കുട്ടിയുടെ പെർഫോമൻസ് ആണ് സൂപ്പറായിട്ടുള്ളത്. ഓക്കെ. Thrilling movie. It's a different face of movie. Thank you. Sir, how was your first experience in the movie, sir? നിങ്ങളാണ് പറയുന്നത്. സാറിൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ഓഡിയൻസിൻ്റെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു തിയേറ്ററിനകത്ത്? ഒരു ഡിഫറെൻറ്റ് ജോണറിലാണ് ഇത് വർക്ക് ചെയ്തേക്കുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുക? ഡിഫറെൻറ്റ് ജോണറൊന്നുമില്ല, നമ്മൾ എല്ലാ ജോണറും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാനൊരു ഫാൻറ്റസി ഫിലിം ചെയ്താൽ നമ്മൾ ചോദിക്കാം. അങ്ങനെയല്ല, മമ്മൂക്കിനെ വെച്ചിട്ട് കോമഡി എനിക്ക് ഭയങ്കര ഹാപ്പി. അതാണ് ഞാൻ ഒരു സെവൻത് ഹെവനിലാണ് ഞാൻ. സാർ, അപ്പോൾ അടുത്ത 10 പടം பண்ணுறீங்க சார். அப்போ அது ரெண்டாவது பார்ட் இதான் மலையாளத்தில் தெரியல. இப்போதான் ஃபர்ஸ்ட் ஷோ முடிச்சு வெளில வந்து ഓഡിയൻസിന്റെ റെസ്പോൺസ് പ്രേക്ഷകരോട് കണ്ടൊരു എക്സ്പീരിയൻസ് സ്ക്രീൻ. അപ്പം സ്ക്രീനിൽ മമ്മൂക്കയുടെ കൂടെ ഒന്നുകൂടെ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. എൻ്റെ രണ്ടാമത്തെ മൂവിയാണ് മമ്മൂക്കയുടെ കൂടെ. ആദ്യത്തെ പരോളായിരുന്നു. ഇതിലൊരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങിൽ ഗോകുലിൻ്റെ ഗേൾഫ്രണ്ടായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു മൂവിയാണ്.